നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് ജി എസ് ടിയുടെ വാർഷിക റിട്ടേൺ ഫോമായ GSTR 9 അതിനെ കുറിച്ചാണ്. വാർഷിക റിട്ടേൺ ഫോമാണ് GSTR 9. മന്ത്ലി GSTR 1ഉം GSTR 3Bയും ഫയൽ ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകാരും നിർബന്ധമായും ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ഫയൽ ചെയ്യുന്ന റിട്ടേൺ ഫോമാണ് GSTR 9. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടത് ഇന്ന് പഠിക്കാം. ഓക്കെ, GSTR 9 ഇത് നമ്മൾ GSTR 1 പഠിച്ചു. അതിലൊക്കെ ഒരുപാട് ബോക്സ് ഉണ്ടായിരുന്നു അല്ലേ? അതുപോലെ GSTR 3B അതുപോലെ ഒരുപാട് ബോക്സ് ഉണ്ട് ഈ GSTR 9 എന്ന് പറയുന്ന റിട്ടേൺ ഫോമിലും. ഈ GSTR 9 എന്ന് പറയുന്ന ഫോമിൽ 19 ബോക്സ് ഉണ്ട്. GSTR 1ലും 19 ബോക്സ് ഉണ്ടായിരുന്നു. എന്നാൽ അത്രയും സിമ്പിൾ ആണെന്ന് ചോദിച്ചാൽ സിമ്പിൾ അല്ല, കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷെ മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് എളുപ്പവുമാണ്, ചെയ്യാൻ കുറച്ച് കോംപ്ലിക്കേഷനും ഉണ്ട്. ക്ലിയർ അല്ലേ? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ ആദ്യം നമുക്ക് ഈ ലൈവായിട്ട് ഫോം GSTR 9ന്റെ സൈറ്റ് ഓപ്പൺ ചെയ്ത് ഫോം എടുക്കുന്നതിനേക്കാൾ നല്ലത് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഈ 19 ബോക്സ് ഒന്ന് മനസ്സിലാക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് സൈറ്റിൽ കയറി പഠിക്കാം. ക്ലിയർ അല്ലേ? യെസ്. സോ ഇതിന്റെ കോളംസ് മനസ്സിലാക്കുകയാണ് പ്രധാനപ്പെട്ട ഫസ്റ്റ് ജോലി. സോ നമുക്ക് പഠിക്കാം. 19 ബോക്സ്, 19 ബോക്സ് അല്ലേ? നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ 19 ബോക്സ് നമുക്ക് എന്ത് ചെയ്യാം, 4 പാർട്ടാക്കി മാറ്റാം. 4 പാർട്ട്. ക്ലിയർ അല്ലേ? 4 പാർട്സ് ആക്കി മാറ്റാം 19 ബോക്സിനെ. പാർട്ട് 1 ക്ലിയർ, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4. 4 പാർട്ടാക്കി മാറ്റി. ക്ലിയർ അല്ലേ? യെസ്. പാർട്ട് 1ൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ, ബോക്സ് നമ്പർ 1, 1, 2, 3, 4, 5, 6, സോറി, പാർട്ട് 1ൽ 1, 2, 3 ഈ 3 ബോക്സേ ഉള്ളൂ. ബോക്സ് നമ്പർ 1, ബോക്സ് നമ്പർ 2, ബോക്സ് നമ്പർ 3. ഫസ്റ്റ് ഈ 3 ബോക്സും പാർട്ട് 1 ആണ്. ക്ലിയർ അല്ലേ? ഇനി പാർട്ട് 2 എന്ന് പറഞ്ഞാൽ 4, 5, 6, 7, 8, 9. 4ാമത്തെ ബോക്സ് മുതൽ 9ാമത്തെ ബോക്സ് വരെ പാർട്ട് 2. ക്ലിയർ? യെസ്. പാർട്ട് 3 എന്ന് പറഞ്ഞാൽ 10, 11, 10, 11, 12, 13 ആൻഡ് 14. 10 മുതൽ 14 വരെ ബോക്സുകൾ പാർട്ട് 3. 15, 16, 17, 18 ആൻഡ് 19. 15 മുതൽ 19 വരെയാണ് പാർട്ട് 4. ഇങ്ങനെ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ സ്ട്രക്ചർ തിരിക്കണം. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് GSTR 9 പഠിക്കേണ്ടത്. ക്ലിയർ അല്ലേ? യെസ്. നമുക്കിനി എന്ത് ചെയ്യാം നോക്കാം. നമുക്ക് ഇതിന്റെ പേര് കൊടുക്കാം. പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ബേസിക് ഡീറ്റെയിൽസ് ആണ്. ബേസിക് ഡീറ്റെയിൽസ്, കമ്പനിയുടെ പേര്, GST നമ്പർ, ആ കാര്യങ്ങളൊക്കെയാണ് പാർട്ട് 1 പറയുന്നത്. പാർട്ട് 1ലെ ആ 3 ബോക്സും ബേസിക് ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ഓക്കെ. പാർട്ട് 2 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയർ
ഡീറ്റെയിൽസ്. ഏത് ഇയറിന്റെയാണോ GSTR 9 ചെയ്യുന്നത് ആ ഇയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നെക്സ്റ്റ് ഇയർ, ഇപ്പോ നമ്മൾ 2020-21 ഫിനാൻഷ്യൽ ഇയറിന്റെ GSTR 9 ചെയ്യുകയാണെങ്കിൽ 2021 ഇയറുമായി ബന്ധപ്പെട്ടതാണ് പാർട്ട് 2 കാണിക്കേണ്ടത്. 21-22 നെക്സ്റ്റ് ഇയർ ആണ് പാർട്ട് 3 കാണിക്കേണ്ടത്. ആലോചിക്ക് കേട്ടോ. പാർട്ട് 4 എന്ന് പറഞ്ഞാൽ അതർ ഡീറ്റെയിൽസ്. ഇതൊന്നും അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ടതാണ് പാർട്ട് 4. ക്ലിയർ? സോ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. പാർട്ട് 1, 2, 3, 4. ക്ലിയർ അല്ലേ? യെസ്. സോ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? പാർട്ട് 1 പഠിക്കാം. പാർട്ട് 1 ആണ്. പാർട്ട് 1 എത്ര ബോക്സ് ഉണ്ട്? 3 ബോക്സ് അല്ലേ? 3 ബോക്സ്. 3 ബോക്സ് ഉണ്ട് അല്ലേ? ഈ 3ന്റെ പ്രത്യേകത നമ്മൾ ഫില്ല് ചെയ്യേണ്ട, ഇത് ഓട്ടോമാറ്റിക് ഫില്ലായിരിക്കും. ഓട്ടോമാറ്റിക് എന്തായിരിക്കും? ഫില്ലായിരിക്കും. നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ. ഏതൊക്കെയാ? 1, 2, 3 അല്ലേ ബോക്സുകൾ? ഒന്നാമത്തെ ബോക്സ് എന്ന് പറഞ്ഞാൽ അത് GST കമ്പനിയുടെ GST നമ്പർ ആയിരിക്കും ഉണ്ടാവുക അവിടെ. നമ്മുടെ കമ്പനിയുടെ GST നമ്പർ അവിടെ ഒന്നാമത്തെ ബോക്സിൽ കാണാൻ സാധിക്കും. രണ്ടാമത്തെ ബോക്സ് നെയിം ഓഫ് കമ്പനിയാണ്. നമ്മുടെ കമ്പനിയുടെ പേര് അവിടെ ഓട്ടോമാറ്റിക് വന്നിരിക്കും. മൂന്നാമത്തെ കോളം ബോക്സ് ഫിനാൻഷ്യൽ ഇയർ ആണ്. ഏത് ഇയറിന്റെ ആണോ നമ്മൾ GSTR 9 ചെയ്യുന്ന ആ ഇയർ. ക്ലിയർ അല്ലേ? യെസ്. ഇത് ഓട്ടോമാറ്റിക് അവിടെ ഫില്ലായിരിക്കും കേട്ടോ. നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ അല്ലേ? യെസ്. ഇനി പാർട്ട് 2 നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയ ഏരിയ ആണിത്. ഏതൊക്കെയാ ബോക്സുകൾ? ബോക്സ് 4 മുതൽ 9 വരെ അല്ലേ? ഇതും ഓട്ടോമാറ്റിക് ഫില്ലാണ്. നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ? ഇത് പ്രത്യേകത എന്ന് ചോദിച്ചാൽ എന്ത് കാര്യമാണ് ഓട്ടോമാറ്റിക് ഫില്ലാവും ചോദിച്ചാൽ കറണ്ട് ഇയർ ഇല്ലേ? നമ്മുടെ കറണ്ട് ഇയർ, ഏത് ഇയറിന്റെയാണോ GSTR 9 ചെയ്യുന്നത് ആ ഇയർ. കറണ്ട് ഇയറിൽ നമ്മൾ GSTR 1ലും GSTR 3B ഫയൽ ചെയ്യുമല്ലോ. ഏത് ഇയർ ആണ്? ഫോർ എക്സ് നമുക്ക് ഇയർ പറഞ്ഞു പോകാം. ഒരു 1920 എടുക്കാം. 1920 കടന്നുപോയ വർഷമാണ്. 19 ഏപ്രിൽ മുതൽ 20 മാർച്ച് ആ ഒരു ഇയറിന്റെ GSTR 9 ചെയ്യുകയാണ് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആ 1920 ആണ് നമ്മുടെ കറണ്ട് ഇയർ കേട്ടോ. നെക്സ്റ്റ് ഇയർ 2021, അത് പിന്നെ പറയാം. ഈ കറണ്ട് ഇയർ ആയ 1920 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ 12 മാസവും GSTR 1ഉം 3B ഫയൽ ചെയ്തു. ആ 1ഉം 3Bയിൽ നമ്മൾ കാണിച്ച കാര്യങ്ങളായിരിക്കും GSTR 9ന്റെ രണ്ടാമത്തെ പാർട്ടിൽ 4 മുതൽ 9 വരെയുള്ള ബോക്സുകളിൽ ഓട്ടോമാറ്റിക് വരിക. ക്ലിയർ അല്ലേ? യെസ്. എന്തെല്ലാം കാര്യങ്ങളെന്ന് പഠിക്കാം. 4, 5, 6, 7, 8, 9. ഈ ഓരോ ബോക്സിലും 1 നിന്നും 3B നിന്നും എന്തെല്ലാം കാര്യങ്ങൾ ഓട്ടോമാറ്റിക് വരുന്നു എന്ന് മനസ്സിലാക്കാം. നാലാമത്തെ ബോക്സിൽ വരുന്ന കാര്യം ടാക്സബിൾ സെയില്. നമ്മൾ ആ വർഷം GSTR 1ഉം 3Bയും ചെയ്തു. നമ്മൾ ഈ ടാക്സബിൾ സെയില് GSTR 1ലും കാണിക്കുന്നുണ്ട്, GSTR 3Bയിലും കാണിക്കുന്നുണ്ട്. ശരിയല്ലേ? യെസ്. എന്നാൽ ഇവിടെ
അതാണ് ഇവിടെ ഓട്ടോമാറ്റിക് വരിക. എവിടെ നിന്നാണ് ഓട്ടോമാറ്റിക് വരുന്നത് ചോദിച്ചാൽ ഫ്രം GSTR 1. നമ്മൾ ആ വർഷം GSTR 1-ൽ കാണിച്ച ടാക്സബിൾ സെയിൽ എമൗണ്ട് ആയിരിക്കും നാലാമത്തെ ബോക്സിൽ ഓട്ടോമാറ്റിക് വരിക. GSTR 3Bയിലും സെയിം എമൗണ്ട് സെയിൽ കാണിക്കുന്നേ, എങ്കിലും നമുക്ക് എടുത്തു പറയാം GSTR 1 എന്നാ വരുന്നേ. ഇൻ കേസ് 3Bയിൽ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലും GSTR 9 ഓക്കെ ആണെന്ന് പറയാമല്ലോ. കാരണം 3B എന്നല്ല 1 എന്നാ വന്നെന്ന് പറയാമല്ലോ. ആ ലോജിക്ക്. GSTR 1 ഏതെങ്കിലും മാസം മിസ്റ്റേക്ക് എന്ന് മനസ്സിലായാൽ നമുക്ക് GSTR 9-ലും നാലാമത് മിസ്റ്റേക്ക് എന്ന് ഉറപ്പുവരുത്താലോ. ആ ലോജിക്ക് ക്ലിയർ അല്ലേ? അപ്പൊ എടുത്തു പറയാം, ആ വർഷം GSTR 1-ൽ നമ്മൾ കാണിച്ച ടാക്സബിൾ സെയിൽസ് എമൗണ്ട് GSTR 9-ന്റെ നാലാമത്തെ ബോക്സിൽ ഓട്ടോമാറ്റിക് വരുന്നു. ക്ലിയർ? ഇനി അഞ്ചാമത്തെ ബോക്സ് നോൺ ടാക്സബിൾ സെയിൽ ആണ്. ടാക്സ് ഇല്ലാത്ത സെയിൽസില്ലേ നമ്മൾ GSTR 1-നകത്ത് കാണിക്കത്തില്ലേ, 3Bയിലും കാണിക്കുമല്ലോ, എക്സംപ്റ്റ്, നില്ല്, നോൺ GST സെയിലൊക്കെ. യെസ്, അപ്പൊ ഇവിടെയും ഓട്ടോമാറ്റിക് വരുന്നു. എവിടുന്നാ വരുന്നേ? ഫ്രം GSTR 1. 3B എന്നല്ല, GSTR 1-ൽ നമ്മൾ കാണിച്ച നോൺ ടാക്സ് സെയിൽസ് എമൗണ്ട് ആയിരിക്കും ഇവിടെ ഓട്ടോമാറ്റിക് വരിക. ഇനി ആറാമത്തെ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് അവൈൽഡ്. നമ്മൾ ഇൻപുട്ട് ടാക്സ് കാണിക്കില്ലേ, ക്ലെയിം എടുക്കാൻ വേണ്ടി കാണിക്കില്ലേ, എവിടെയാ കാണിക്കുന്നേ? GSTR 3Bയില്. അതിന് GSTR 1-ഉമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. നമ്മൾ GSTR 3Bയിൽ ആ മൂന്നാമത്തെ ബോക്സിൽ കാണിക്കും അല്ലെ, എത്ര ഇൻപുട്ട് നമുക്കുണ്ട് എന്നുള്ള കാര്യം. ആ 3Bയിൽ കാണിച്ച ഇൻപുട്ട് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്, 3Bയിൽ നിന്നും ഓട്ടോമാറ്റിക് വരുന്നു ഇൻപുട്ട്. ഇനി 7 എന്താ പറയുന്നേ? 7 പറയുന്ന കാര്യം ഇൻപുട്ട് റിവേഴ്സൽ ആണ്. നമ്മൾ ഇൻപുട്ട് ടാക്സ് റിവേഴ്സ് ചെയ്യാറില്ലേ, അതെവിടെയാ? GSTR 3Bയിൽ ആ മൂന്നാമത്തെ ബോക്സിൽ ഇൻപുട്ട് റിവേഴ്സ് ചെയ്യാറുണ്ട്. ഓർമ്മയില്ലേ? ഒരിക്കൽ ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ട് പിന്നീട് മനസ്സിലാവുന്നു അത് ക്ലെയിം എടുക്കാൻ പാടില്ല എന്ന്. അപ്പൊ എന്ത് ചെയ്യും? എടുത്ത ഇൻപുട്ട് പിന്നെ തിരിച്ചടയ്ക്കും, റിവേഴ്സ് ചെയ്യും. അത് എവിടെന്നാ വരുന്നേ? ഫ്രം 3B. 3B എന്ന് വരുന്നു. ഇനി എട്ടാമത്തെ ബോക്സ് നമ്മൾ GSTR 3B ചെയ്യുമ്പോ GSTR 2A നോക്കിയല്ലേ 3B ചെയ്യുന്നേ. ഇപ്പൊ 2B നോക്കേണ്ടത് അല്ലേ? GSTR 2B അതിനകത്ത് വരുന്ന ഇൻപുട്ട് നോക്കിയില്ലേ 3Bയിൽ കാണിക്കുന്നേ. യെസ്, അപ്പൊ ആ GSTR 2Bയിൽ വരുന്ന ഇൻപുട്ട് ആണ് ഈ എട്ടാമത്തെ ബോക്സിൽ വരിക കേട്ടോ. ഇൻപുട്ട് ഫ്രം GSTR 2B. 2Bയിൽ വരുന്ന ഇൻപുട്ട് അതുപോലെ എവിടെ വരും? എട്ടാമത്തെ ബോക്സിൽ വരും കേട്ടോ. അപ്പൊ ഈ എട്ടാമത്തെ ബോക്സും ഈ ആറാമത്തെ ബോക്സും ഒരുപോലെ ആകണ്ടേ? കാരണം 2Bയിൽ വന്ന ഇൻപുട്ട് അല്ലേ 3Bയിൽ ക്ലെയിം ചെയ്യുന്നേ, അതല്ലേ ആറാമത്തിൽ വരുന്നേ. 2Bയിൽ വന്ന ഇൻപുട്ട് അല്ലേ എട്ടാമത്തിൽ വരുന്നേ. അപ്പൊ ഏകദേശം 6ഉം 8ഉം ഒരുപോലെ ആകണ്ടേ? യെസ്, അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റിക്കൺസിൽ പഠിക്കാനുണ്ട്. ഇപ്പൊ കോളം മാത്രം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ. ഈ ഒൻപതാമത്തെ ബോക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് പേയ്മെന്റ് ഡീറ്റെയിൽസ്. എത്ര ടാക്സ് നമ്മൾ പേയ്മെന്റ് നടത്തി, അത് എവിടെയാ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നേ? 3Bയിലല്ലേ? യെസ്, അപ്പൊ GSTR 3Bയിൽ നമ്മൾ എത്ര ടാക്സ് പേയ്മെന്റ് നടത്തി ആ ഡീറ്റെയിൽസ് ആണ് ഈ ഒമ്പതാമത്തെ ബോക്സിൽ ഓട്ടോമാറ്റിക് വരിക. ക്ലിയർ അല്ലേ? യെസ്, ഇതാണ് പ്രത്യേകത കേട്ടോ. ഇതാണ് നമ്മുടെ പാർട്ട് 2 എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ക്ലിയർ. ഇനി പാർട്ട് 3, പാർട്ട് 3 അല്ലേ? പാർട്ട് 3 എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അല്ല, മാനുവലി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പ്രത്യേകത കറണ്ട് ഇയർ ഇല്ലേ, ഏതാ? 1920. കറണ്ട് ഇയറിൽ നമ്മൾ 1-ലും 3Bയിലും കാണിച്ച കാര്യങ്ങളല്ലേ രണ്ടാമത്തെ പാർട്ടിൽ 4 മുതൽ 9 വരെ ഓട്ടോമാറ്റിക് വന്നേ ആണ്. എന്നാൽ നമ്മൾ കറണ്ട് ഇയർ 1920-ൽ കാണിക്കേണ്ട കാര്യങ്ങൾ 1920 ഫിനാൻഷ്യൽ ഇയറിൽ GSTR 1-ലും 3Bയിലും കാണിക്കേണ്ട കാര്യങ്ങൾ കാണിക്കാൻ ചിലപ്പോൾ വിട്ടുപോകും, മറന്നുപോകും. മറന്നുപോയത് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത വർഷത്തെ 1-ലോ 3Bയിലോ കാണിക്കും. ക്ലിയർ അല്ലേ? യെസ്, ഇപ്പൊ കറണ്ട് ഇയറിലെ കറണ്ട് ഇയർ മീൻസ് 1920-ലെ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു? റിപ്പോർട്ടഡ് ഇൻ
റിപ്പോർട്ട് ചെയ്യുന്നു. എവിടെ? നെക്സ്റ്റ് ഇയർ ഏതാ? 2021 GSTR 1 and 3B. ക്ലിയർ? കറണ്ട് ഇയർ ആയ 1920 ഫിനാൻഷ്യൽ ഇയറിൽ GSTR 1ലും 3Bയിലും കാണിക്കേണ്ട കാര്യങ്ങൾ കാണിക്കാൻ വിട്ടുപോയി. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ 2021 ഫിനാൻഷ്യൽ ഇയറിന്റെ GSTR 1ലോ 3Bയിലോ കാണിച്ചുവെങ്കിൽ, റിപ്പോർട്ട് ചെയ്തുവെങ്കിൽ, ആ കാര്യമാണ് ഇപ്പോൾ 1920 ഇയറിന്റെ GSTR 9 ചെയ്യുമ്പോൾ പാർട്ട് 3-ാമതിൽ കാണിക്കേണ്ടത്. ക്ലിയർ അല്ലേ? യെസ്. ഏതൊക്കെയാ ബോക്സുകൾ? 10, 11, 12, 13, 14. മനസ്സിലായല്ലോ? യെസ്. നോക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു സെയിൽ ഉണ്ട്. ഒരു ടാക്സബിൾ ഒരു സെയിലാണ്. ആ സെയിൽസ് നമ്മൾ കറണ്ട് ഇയറിൽ കാണിച്ചിട്ടില്ല, കാണിക്കാൻ വിട്ടുപോയി. കറണ്ട് ഇയറിന്റെ GSTR 1ൽ കാണിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും 4-ാമത്തിൽ ഓട്ടോമാറ്റിക് വന്നേനെ. ശരിയല്ലേ? യെസ്. കറണ്ട് ഇയറിൽ ആ സെയിൽസ് എമൗണ്ട് കാണിക്കാൻ വിട്ടുപോയി. നമ്മൾ എന്ത് ചെയ്തു? നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിന്റെ 1ൽ കാണിച്ചു എങ്കിൽ അത് GSTR 9ന്റെ 10-ാമത്തിൽ നമ്മൾ കാണിക്കണം. 10-ാമത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? കാണിക്കേണ്ടതാണ്. അത് മാത്രമല്ല, നമ്മൾ കറണ്ട് ഇയറിൽ ഒരു സെയിൽസ് ഇൻവോയ്സ് 10,000 രൂപയുടെ ഇൻവോയ്സ് ആണ്. കറണ്ട് ഇയറിന്റെ GSTR 1ൽ ആ സെയിൽസ് എമൗണ്ട് കാണിച്ചപ്പോൾ ബൈ മിസ്റ്റേക്ക് 10,000 കാണിക്കേണ്ട സ്ഥാനത്ത് 9,000 ആയിപ്പോയി, 9,000 ആയിപ്പോയി, 1000 രൂപ കുറഞ്ഞു പോയി. അങ്ങനെ 10,000ന്റെ സ്ഥാനത്ത് 9,000 രൂപയാണ് എന്ത് ചെയ്തേ? കറണ്ട് ഇയറിൽ GSTR 1ൽ കാണിച്ച് ഫയൽ ചെയ്തേ. 1000 രൂപ കുറഞ്ഞു പോയ കാര്യം ആ സമയത്ത് മനസ്സിലായില്ല. റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്തു. അടുത്ത മാസങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. അടുത്ത ഫിനാൻഷ്യൽ ഇയർ 2021 ആയപ്പോഴാണ് ആ കാര്യം മനസ്സിലായത്. പ്രീവിയസ് ഇയറിൽ ഏതോ ഒരു മാസം 1000 രൂപ സെയിൽ കാണിക്കാൻ വിട്ടുപോയി. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ അടുത്ത വർഷം 2021 ഫിനാൻഷ്യൽ ഇയറിൽ ഞാൻ എന്ത് ചെയ്യും? ആ വിട്ടുപോയ 1000 രൂപ ഞാൻ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഇയറിന്റെ GSTR 1ൽ കാണിക്കും. ക്ലിയർ? അമെൻമെന്റിൽ കൂട്ടി കാണിക്കും. കഴിഞ്ഞ വർഷം ഞാൻ B2Bയിൽ കാണിച്ചു 9,000 കാണിച്ചു, ശരിക്കും 10,000 കാണിക്കേണ്ടതാണ്. സോ മിസ്റ്റേക്ക് ആയിപ്പോയി. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിന്റെ GSTR 1ൽ അമെൻമെന്റിൽ പോയി എന്ത് ചെയ്യും? കുറഞ്ഞു പോയ 1000 കൂട്ടും. അങ്ങനെ ചെയ്തുവെങ്കിൽ ആ 1000 എവിടെ ഞാൻ വീണ്ടും കാണിക്കണം? GSTR 9 ചെയ്യുമ്പോൾ 10-ാമത്തെ ബോക്സിൽ ഞാൻ എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? സെയിൽസ് റിപ്പോർട്ടഡ് ഇൻ നെക്സ്റ്റ് ഇയർ, അതും ഇൻക്രീസ് എന്ന് എടുത്തെഴുതണം. നെക്സ്റ്റ് ഇയറിൽ കൂട്ടി കാണിച്ചു, കറണ്ട് ഇയറിൽ സെയിൽ കാണിച്ചത് കുറഞ്ഞു പോയി, അത് മനസ്സിലാക്കി നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ അമെൻമെന്റിൽ അത് കൂട്ടി കാണിച്ചു. അതാണ് ഇൻക്രീസ് എന്ന് പറയാൻ കാരണം. അത് GSTR 9ന്റെ 10-ാമത്തിൽ നമ്മൾ കാണിച്ചു പോകണം. ക്ലിയർ അല്ലേ? അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, കറണ്ട് ഇയറിൽ നമ്മൾ എത്ര കാണിച്ചു? 9,000 കാണിച്ചു അല്ലെ? ആ 9,000 രൂപ ഇപ്പൊ എവിടെ വന്നു കാണും? ഈ 4-ാമത്തെ ബോക്സിൽ വന്നു കാണും. ക്ലിയർ അല്ലേ? യെസ്. ഇപ്പൊ 1000 രൂപ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ അമെൻമെന്റിൽ കയറി ആഡ് ചെയ്തില്ലേ? അപ്പൊ ആ 1000 അല്ലേ GSTR 9ന്റെ 10-ാമത്തിൽ കാണിക്കുന്നേ? അതെ. അപ്പോ GSTR 9 എടുക്കുമ്പോൾ 4-ാമത്തെ ബോക്സിലുള്ള എമൗണ്ടും 10-ാമത്തെ ബോക്സിൽ നമ്മൾ മാനുവലി ആഡ് ചെയ്ത് കൊടുത്ത എമൗണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ശരിക്കുമുള്ള ടോട്ടൽ സെയില് 10,000 ആയി മാറിയില്ലേ? അങ്ങനെയാണ് നോക്കാൻ. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ കറണ്ട് ഇയറിൽ കാണിക്കാൻ വിട്ടുപോയ സെയില് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ കാണിച്ചുവെങ്കിൽ അതാണ് എന്ത് ചെയ്യേണ്ടത്? 10-ാമത്തിൽ നമ്മൾ കാണിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ആ ലോജിക്ക് കേട്ടോ. യെസ്. ഇനി 11 മീൻസ് ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. കറണ്ട് ഇയറില് സെയിൽ കാണിച്ച എമൗണ്ട് കുറഞ്ഞു പോയി, കൂടിപ്പോയി. 10,000 കാണിക്കേണ്ടതാണ്, പക്ഷെ എന്ത് ചെയ്തു? ഞാൻ 11,000 കാണിച്ചു പോയി. കറണ്ട് ഇയറില് 11,000 കാണിച്ചു പോയി. ശരിക്കും എത്ര കാണിക്കേണ്ടത്? 10,000 കാണിക്കേണ്ടതാ. ബൈ മിസ്റ്റേക്ക് 1000 രൂപ കറണ്ട് ഇയറിൽ GSTR 1ൽ കൂടിപ്പോയി. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ
നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആണ് മനസ്സിലാക്കിയത് പ്രീവിയസ് ഇയറിൽ 1000 കൂടിപ്പോയത്. അപ്പോൾ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറില് അമെന്റ്മെന്റ് കയറി എന്ത് ചെയ്തു, ആ കൂടിയ 1000 കുറച്ചു. ആ കാര്യം എന്ത് ചെയ്യുക, ഞാൻ GSTR 9 ചെയ്യുമ്പോൾ 11ാമത്തെ ബോക്സിൽ കാണിക്കേണ്ടതാണ്. ക്ലിയർ അല്ലേ? ഡിക്രീസ് സെയിൽസ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ കറണ്ട് ഇയറിൽ ഞാൻ 11,000 കാണിച്ചത് കൊണ്ട് GSTR 9 4ാമത്തെ ബോക്സിൽ 11,000 വന്നു. അതിൽ 1000 രൂപ അധികമായി പോയ 1000 രൂപ നെക്സ്റ്റ് ഇയറിൽ അമെന്റ്മെന്റ് കയറി ഞാൻ കുറച്ചു. ആ എമൗണ്ട് ഞാൻ മാനുവൽ ആയിട്ട് ഇപ്പൊ എന്ത് ചെയ്യുക, GSTR 9 11ാമത്തെ ബോക്സിൽ കാണിക്കേണ്ടതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ ചെയ്യണം നമ്മൾ. GSTR 9 എടുക്കുമ്പോൾ 4ാമത്തെ ബോക്സിലുള്ള എമൗണ്ടിൽ നിന്നും 11ാമത്തെ ബോക്സിലുള്ള എമൗണ്ട് കുറയ്ക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ 4ാമത്തെ ബോക്സിലുള്ള എമൗണ്ടിൽ നിന്നും 11ാമത്തെ ബോക്സിലുള്ള എമൗണ്ട് കുറയ്ക്കണം. അപ്പോൾ ശരിക്കുള്ള 10,000 കിട്ടത്തുള്ളൂ. യെസ്. സോ ടോട്ടൽ സെയില് ഫ്രം GSTR 9, GSTR 9 നിന്നും ടോട്ടൽ സെയിൽ എങ്ങനെ കാണാം? ബോക്സ് നമ്പർ 4 പ്ലസ് ബോക്സ് നമ്പർ 5 നോൺ ടാക്സ് സെയില് പ്ലസ് ബോക്സ് നമ്പർ 10 പ്ലസ് ചെയ്യണ്ടേ? 4ൽ കുറവുള്ളതല്ലേ 10ലുള്ളത്. ദെൻ മൈനസ് 11 മൈനസ് ചെയ്യണ്ടേ? കാര്യം എന്താ, 11ൽ പറയുന്ന എമൗണ്ട് ഓൾറെഡി എവിടെയുണ്ട്? 4ലുണ്ട്. സോ 11 മൈനസ് ചെയ്യുക. 4ൽ കൂടി നിൽക്കുന്ന എമൗണ്ട് അല്ലേ 11ൽ കാണിക്കുന്നേ. സോ 11 മൈനസ് ചെയ്യണ്ടേ? അപ്പോ കിട്ടും ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോ ടോട്ടൽ സെയിൽ എന്ന് പറയുമ്പോൾ 4ാമത്തെ ബോക്സും 5ാമത്തെ ബോക്സും 10ാമത്തെ ബോക്സും കൂട്ടി 11 മൈനസ് ചെയ്യാൻ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും. ഓക്കെ, യെസ്. 12 എന്താണ്? നമ്മൾ കറണ്ട് ഫിനാൻഷ്യൽ 1920 GSTR 3Bയില് ഒരു ഇൻപുട്ട് റിവേഴ്സ് ചെയ്തു. അത് എവിടെ ഓട്ടോമാറ്റിക് വന്നു? ബോക്സ് നമ്പർ 7 അല്ലെ, ഓട്ടോമാറ്റിക് വന്നു 3Bയിൽ നിന്നും. എന്നാൽ കറണ്ട് ഫിനാൻഷ്യൽ ഇയറില് 3Bയിൽ റിവേഴ്സ് ചെയ്യേണ്ട ഒരു ഇൻപുട്ട് റിവേഴ്സ് ചെയ്യാൻ വിട്ടുപോയി. അത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ 2021 റിവേഴ്സ് ചെയ്തു 3Bയില്. 2020-21 ഫിനാൻഷ്യൽ ഇയറിന്റെ 3Bയിലാണ് റിവേഴ്സ് ചെയ്തെങ്കിൽ അത് എന്ത് ചെയ്യുക, നമ്മൾ 12ൽ കാണിക്കുക. ക്ലിയർ അല്ലേ? റിവേഴ്സൽ ഓഫ് ഇൻപുട്ട് ഇൻ നെക്സ്റ്റ് ഇയർ. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ ടോട്ടൽ റിവേഴ്സൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ബോക്സ് ആഡ് ചെയ്യേണ്ടത്? ടോട്ടൽ റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ റിവേഴ്സൽ ഓഫ് ഇൻപുട്ട് ഏതൊക്കെ കോളംസ് ആഡ് ചെയ്യേണ്ടത്? 7 പ്ലസ് 12. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ എത്ര ഇൻപുട്ട് റിവേഴ്സ് ചെയ്തു 1920 ഫിനാൻഷ്യൽ ഇയറിൽ അത് ലഭിക്കും. ഓക്കെ. 13 എന്താ പറയുന്നത്? നമ്മൾ ആ 1920 കറണ്ട് ഇയറിൽ എത്ര ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്തു, നമ്മൾ ക്ലെയിം ചെയ്തു. അത് എവിടെ ഓട്ടോമാറ്റിക് വരും? GSTR 3Bന്ന് ഓട്ടോമാറ്റിക് വരും അല്ലെ? എവിടെ? 6ാമത്തെ ബോക്സിൽ ഓട്ടോമാറ്റിക് വരും. എത്ര ഇൻപുട്ട് അവൈൽ ചെയ്തു. എന്നാൽ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആയ 1920 3Bയിൽ ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് ക്ലെയിം എടുക്കാൻ വിട്ടുപോയി. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ 2021 ഫിനാൻഷ്യൽ ഇയറിന്റെ 3Bയിൽ ക്ലെയിം എടുത്തുവെങ്കിൽ അത് നമ്മൾ എവിടെ കാണിക്കണം? 13ൽ കാണിക്കണം. ഇൻപുട്ട് അവൈൽഡ് ഇൻ നെക്സ്റ്റ് ഇയർ. ക്ലിയർ അല്ലേ? കറണ്ട് ഇയറിന്റെ ഇൻപുട്ട് നെക്സ്റ്റ് ഇയറിൽ പോയി ക്ലെയിം ചെയ്തുവെങ്കിൽ 3Bയില് അത് 13ൽ നമ്മൾ മാനുവലി ആഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? യെസ്. സോ ടോട്ടൽ ഇൻപുട്ട് അവൈൽഡ് ഏതെല്ലാം കോളംസ് ആഡ് ചെയ്യേണ്ടത്? 6 പ്ലസ് 13. 6ാമത്തെ ബോക്സും 13ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര ഇൻപുട്ട് അവൈൽ ചെയ്തു, ക്ലെയിം ചെയ്തു 3Bയില് അത് ലഭിക്കും. ഓക്കെ. നമ്മൾ ആ 1920 കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ GSTR 3Bയിൽ ടാക്സ് പേയ്മെന്റ് ചെയ്യുമല്ലോ. എന്നാൽ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആയ 1920 3Bയിൽ ടാക്സ് അടയ്ക്കാൻ വിട്ടുപോയി. അത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആയ 2021 ഫിനാൻഷ്യൽ ഇയറിന്റെ 3Bയിൽ പോയി ടാക്സ് അടച്ചുവെങ്കിൽ ആ കാര്യം എവിടെ കാണിക്കണം? അത് നമ്മൾ
14ാമത്തെ ബോക്സിൽ കാണിക്കേണ്ടതാണ്. എവിടെയാ? 14ാമത്തെ ബോക്സിൽ നമ്മൾ കാണിക്കേണ്ടതാണ്. ക്ലിയർ അല്ലേ? ടാക്സ് പേയ്മെന്റ് ഡീറ്റെയിൽസ്. ക്ലിയർ അല്ലേ? ഇൻ നെക്സ്റ്റ് ഇയർ, കറണ്ട് ഇയറിൽ പേയ്മെന്റ് ചെയ്യേണ്ടതാണ് 3B-ല്. ചെയ്തിരുന്നുവെങ്കിൽ 9ാമത്തിൽ വന്നേനെ. ചെയ്യാൻ വിട്ടുപോയി. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിന്റെ 3B-ൽ ചെയ്തുവെങ്കിൽ അത് 1920 ഫിനാൻഷ്യൽ ഇയറിന്റെ GSTR 9 ചെയ്യുമ്പോൾ 14ാമത്തെ ബോക്സിൽ കാണിക്കേണ്ടതാണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ ടോട്ടൽ ടാക്സ് പേയ്മെന്റ് ഡീറ്റെയിൽസ് ഏതൊക്കെ ബോക്സ് ആഡ് ചെയ്യേണ്ടത്? 9 + 14. 9ാമത്തെയും 14ാമത്തെയും ബോക്സ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇതാണ് പ്രത്യേകത. മനസ്സിലായല്ലോ? ഓക്കെ. ഇതാണ് സമ്മറി. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇതിലെ GSTR 9ന്റെ ബാക്ക് ബോൺ നട്ടൽ എന്ന് പറയേണ്ടത് ബോക്സ് നമ്പർ 4 മുതൽ 14 വരെയാണ്. 4 മുതൽ 14 വരെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ. ക്ലിയർ അല്ലേ? കറണ്ട് ഏത് ഇയറിന്റെയാണോ GSTR 9 ചെയ്യുന്നേ ആ ഇയർ, കറണ്ട് ഇയറിന്റെ GSTR 1-ലും 3B-ലും നമ്മൾ കാര്യങ്ങൾ കൃത്യമായി കാണിച്ചു പോയെങ്കിൽ അത് ആ ഇയറിന്റെ GSTR 9ന്റെ 4ാമത്തെ ബോക്സ് മുതൽ 9ാമത്തെ ബോക്സിൽ ഓട്ടോമാറ്റിക് വരുന്നു. എന്നാൽ കറണ്ട് ഇയറിൽ കാണിക്കേണ്ട കാര്യങ്ങൾ കാണിക്കാൻ വിട്ടുപോയി നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ കറണ്ട് ഇയറിന്റെ GSTR 9 ചെയ്യുമ്പോൾ 10ാമത്തെ ബോക്സ് മുതൽ 14ാമത്തെ ബോക്സ് വരെ മാനുവലി എൻ്റർ ചെയ്യുക. ക്ലിയർ അല്ലേ? യെസ്, നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ. ഇനി ലാസ്റ്റ് 4ാമത്തെ പാർട്ട് 4. പാർട്ട് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? അതർ ഡീറ്റെയിൽസ് അല്ലേ? അതർ ഡീറ്റെയിൽസ്. ഏതൊക്കെ കോളംസ് ഉണ്ട്? 15, 15, 16, 17, 18, 19. ഓക്കെ. 15 മീൻസ് വേറൊന്നുമില്ല, റീഫണ്ട്. നമ്മൾ ആ ഫിനാൻഷ്യൽ ഇയറിലെ എന്തെങ്കിലും ഇൻപുട്ടോ ക്യാഷോ റീഫണ്ടിന് വേണ്ടി അതോറിറ്റിക്ക് അപ്ലൈ നടത്തിയോ, ആപ്ലിക്കേഷൻ കൊടുത്തോ? നമ്മൾ പറഞ്ഞിട്ടില്ലേ ഈ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഇൻപുട്ട് റീഫണ്ടബിൾ ആണ്, നമുക്ക് ക്ലെയിം ചെയ്യാം അല്ലേ? അത് ഇൻ കേസ് നമ്മൾ ബൈ മിസ്റ്റേക്ക് അറിയാതെ അധികം ക്യാഷ് അടച്ചു പോയി എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ എമൗണ്ട് ഒക്കെ റീഫണ്ട് മേടിക്കാം. അങ്ങനെ എന്തെങ്കിലും റീഫണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തോ എങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റസ് കാണിക്കേണ്ടതാണ് 15. റീഫണ്ട് അപ്ലൈ ചെയ്തോ എങ്കിൽ എത്ര എമൗണ്ട് അപ്ലൈ ചെയ്തു? അതോ ആപ്ലിക്കേഷൻ കൊടുത്തു, ഇപ്പോ അത് റിജക്റ്റ് ആയി പോയോ? അതോ ആപ്ലിക്കേഷൻ കൊടുത്തു അത് പെൻഡിങ് ആണ്? അതോ സാങ്ഷൻ ചെയ്തു വെയിറ്റിംഗ് ആണ്? അപ്പൊ എന്താണ് സ്റ്റാറ്റസ്? അതുമായി ബന്ധപ്പെട്ട് അത് കാണിക്കേണ്ടതാണ് 15ാമത്തെ ബോക്സിലെ കാര്യം. ഒന്നുകൂടെ ഉണ്ട്, റീഫണ്ട് ആൻഡ് ഡിമാൻഡ് ഓഫ് ടാക്സ്. ഡിമാൻഡ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ്, ഓക്കെ. സോ ഡിമാൻഡ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ടാക്സ് എന്തെങ്കിലും അടയ്ക്കാതിരുന്ന് അതോറിറ്റി കണ്ടെത്തിയാൽ, ഇപ്പോ എന്തെങ്കിലും 3B ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് വരില്ലേ?
ഡിലേ ആയി പോയ ഇൻട്രസ്റ്റ് വരും. നമ്മളത് അടയ്ക്കാതൊക്കെ പോയ അതോറിറ്റിക്ക് മനസ്സിലാവും. അപ്പൊ അതോറിറ്റി എന്ത് ചെയ്യും? ഡിമാൻഡ് നോട്ടീസ് അയക്കും. നിങ്ങൾ ഇത്ര ടാക്സ് അടയ്ക്കാൻ പെൻഡിങ് ഉണ്ട്, എത്രയും പെട്ടെന്ന് അടയ്ക്കേണ്ടതാണെന്ന് പറഞ്ഞ് നോട്ടീസ് അയക്കും. അപ്പോൾ ടാക്സ് അടയ്ക്കാൻ അതോറിറ്റി നമുക്ക് ഡിമാൻഡ് നോട്ടീസ് അയച്ചാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണിക്കേണ്ടതും ഈ 15ാമത്തെ ബോക്സിലാണ്. ഡിമാൻഡ് നോട്ടീസ് പ്രകാരം എത്ര ടാക്സ് അടയ്ക്കാനുണ്ട്, എത്ര ടാക്സ് അതിൽ അടച്ചു, ഇനി എത്ര പെൻഡിങ് ഉണ്ട്. ക്ലിയർ അല്ലേ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇവിടെ കാണിക്കാം. സോ റീഫണ്ട് ആൻഡ് ഡിമാൻഡ് ഓഫ് ടാക്സ് സ്റ്റാറ്റസ് കാണിക്കേണ്ടതാണ് 15ാമത്തെ ബോക്സ്. അതുമായി ബന്ധപ്പെട്ട ഒന്നും നമുക്ക് ആ വർഷം ഇല്ലെങ്കിൽ ആ ബോക്സ് ലീവ് ചെയ്ത് പോയാൽ മതി. ഇനി 16 എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് 3 കാര്യം കാണിക്കണം, 3 പോയിന്റ് കാണിക്കാനുണ്ട് അവിടെ. 3 കാര്യങ്ങളെ. ഒന്നാമത്തെ പോയിന്റ് പർച്ചേസ് ഫ്രം കോമ്പോസിഷൻ സ്കീം. നമ്മൾ ഈ കോമ്പോസിഷൻ സ്കീമിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് നടത്തുമല്ലോ, ആ ഡീറ്റെയിൽസ് കാണിക്കണം. 1. 2, പ്രിൻസിപ്പൽ വർക്കർ സെൻഡ് ഗുഡ്സ് ടു ജോബ് വർക്കർ. അതായത് പ്രിൻസിപ്പൽ വർക്കർ ജോബ് വർക്കർക്ക് ഗുഡ്സ് അയച്ചു കൊടുത്താൽ, ഫോർ എക്സാമ്പിൾ എന്താ, ഒരു ജ്വല്ലറി, ഗോൾഡ് എന്ത് ചെയ്യും? അതിന്റെ ഫർണിഷിംഗ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർണമെന്റ്സ് ആക്കി മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യും? തട്ടാൻമാരെ ഏൽപ്പിക്കും അല്ലെ, ഗോൾഡ് സ്മിത്ത്, അവരെ ഏൽപ്പിക്കും. അപ്പൊ അതെന്താണ്? അവിടെ ജ്വല്ലറി ആണ് പ്രിൻസിപ്പൽ വർക്കർ, ഗോൾഡ് സ്മിത്ത് ആ തട്ടാനാണ് ആര്? ജോബ് വർക്കർ. അപ്പൊ അങ്ങനെ ആ പ്രിൻസിപ്പൽ വർക്കർ ജ്വല്ലറി ജോബ് വർക്കർക്ക്, തട്ടാൻമാർക്ക് ആ ഗോൾഡ് അയച്ചു കൊടുത്താൽ അത് എന്തല്ല? സപ്ലൈ അല്ല, അതിന് ടാക്സ് ഇൻവോയ്സോ അല്ല, സെയിൽ അല്ല, GST വരില്ല. ജസ്റ്റ് ഗുഡ്സ് മൂവ് ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. എന്നാൽ അത് അങ്ങനെ ഗുഡ്സ് അയച്ചു കൊടുത്താൽ 1 വർഷമാണ് സമയം. 1 വർഷത്തിനുള്ളിൽ ആ ജോബ് വർക്കറിന്റെ അടുത്ത് നിന്ന് അതിന്റെ വർക്ക് ഫിനിഷ് ചെയ്ത് അത് തിരിച്ച് റിട്ടേൺ ചെയ്യണം. പ്രിൻസിപ്പൽ വർക്കർക്ക് റിട്ടേൺ കൊണ്ടുവരണം ജോബ് വർക്കർ. അങ്ങനെ 1 വർഷമായിട്ട് മെറ്റീരിയൽസ് അയച്ചു കൊടുത്തത് റിട്ടേൺ വന്നിട്ടില്ല എങ്കിൽ അത് സപ്ലൈ പോലെ ട്രീറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഇപ്പോ കേരളത്തിൽ എനിക്കൊരു ബിസിനസ് സ്ഥാപനമുണ്ട്, അതിന്റെ ഒരു ബ്രാഞ്ച് എനിക്ക് കർണാടകയിലുണ്ട്. സ്വന്തം ബ്രാഞ്ച് ആണെങ്കിൽ പോലും അവിടെ പ്രത്യേകം രജിസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോ ബ്രാഞ്ച് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ GST വരുമല്ലോ, സപ്ലൈ ആണത്. ക്ലിയർ അല്ല? അതുപോലെയാണ് ഇവിടെയും. ഇവിടെ പക്ഷേ ആദ്യത്തെ 1 വർഷം വരെ എന്തല്ല? സപ്ലൈ അല്ല. 1 വർഷമായിട്ടും ആ വർക്ക് ഫിനിഷ് ചെയ്ത് ജോബ് വർക്ക് തിരിച്ച് ഗുഡ്സ് റിട്ടേൺ ചെയ്തില്ല എങ്കിൽ സപ്ലൈ ആയി മാറും. അപ്പൊ അങ്ങനെ സപ്ലൈ ആയി മാറുന്ന കേസ് വന്നാൽ അത് എന്ത് ചെയ്യുക? ഇവിടെ കാണിക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ ആ വർഷം ഈ പ്രിൻസിപ്പൽ വർക്കർ ജോബ് വർക്കർക്ക് എന്തെങ്കിലും ഗുഡ്സ് അയച്ചു കൊടുത്ത് അത് 1 വർഷമായി റിട്ടേൺ വന്നിട്ടില്ല, സോ ആ സപ്ലൈ ആയി മാറി, ടാക്സ് ഇൻവോയ്സ് റേസ് ചെയ്തു. അങ്ങനത്തെ കേസ് വന്നാൽ അത് എന്ത് ചെയ്യുക? GSTR 9 16ാമത്തെ ദിവസം കാണിക്കണം. അങ്ങനെ ലാസ്റ്റ് പോയിന്റ്, സപ്ലയർ സെൻഡ് ഗുഡ്സ് ടു കസ്റ്റമർ ഓൺ അപ്രൂവൽ ബേസ്. അതായത് സപ്ലയർ എന്ത് ചെയ്യുന്നു? കസ്റ്റമർക്ക് ഒരു അപ്രൂവൽ ബേസിൽ ഗുഡ്സ് അയച്ചു കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? ഒരു അപ്രൂവൽ ബേസിൽ ഗുഡ്സ് അയച്ചു കൊടുക്കുന്നു. അതെന്തല്ല? ഫോർ എക്സാമ്പിൾ ഇപ്പോ ഈ മെഡിസിൻസ് സപ്ലൈ ചെയ്യുന്ന ഒരു സപ്ലയർ ഒരു ഫാർമസിയിൽ പോയി കുറച്ച് മെഡിസിൻസ് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ഈ മെഡിസിൻസ് ഇവിടെ വെക്കൂ, ഇതിന് കസ്റ്റമർ ഡിമാൻഡ് വരുന്നുണ്ടെങ്കിൽ അറിയിക്കൂ, അന്ന് സെയിൽ അടിക്കാം, അങ്ങനെ പറയും. അപ്പോ ആ കസ്റ്റമർക്ക്, ആ ഫാർമസിക്ക് ഈ മെഡിസിന്റെ റിക്വയർമെന്റ് വന്നാൽ മാത്രം സപ്ലൈ പോലെ കണ്ടാൽ മതി. ആ ലോജിക്ക് കസ്റ്റമർക്ക് ബുദ്ധിമുട്ടില്ല. അങ്ങനെ എന്ത് ചെയ്യും? ആ സപ്ലയർ ആ മെഡിസിൻസ് ആ കസ്റ്റമറായ ഫാർമസിക്ക് ഏൽപ്പിച്ചിട്ട് പോകും. അതാണ് സപ്ലയർ ഗുഡ്സ് കസ്റ്റമറിന് കൊടുക്കുന്നു അപ്രൂവൽ ബേസിൽ. സപ്ലൈ ആണോ? അത് അല്ല.
കസ്റ്റമർക്ക് അതിന്റെ റിക്വയർമെന്റ് വരുന്നുണ്ടെങ്കിൽ കസ്റ്റമർ എന്ത് ചെയ്യും? ആ സപ്ലയറിനെ വിളിച്ച് പറയും, സപ്ലയറെ എനിക്കിത് ആവശ്യമുണ്ട്, റിക്വയർമെന്റ് ഉണ്ട്, കസ്റ്റമറിന്റെ ഡിമാൻഡ് വരുന്നുണ്ട്, നിങ്ങൾ സെയിൽ റേസ് ചെയ്തോളൂ എന്ന് പറയും. അപ്പോൾ എന്തായി മാറും? സപ്ലൈ ആയി മാറും. ഇൻ കേസ് കസ്റ്റമർ ഒന്നും പറയുന്നില്ല, വേണമെന്നോ വേണ്ടെന്നോ ഒന്നും പറയുന്നില്ല, കസ്റ്റമർ മിണ്ടുന്നില്ല, അങ്ങനെയാണെങ്കിൽ 6 മാസമായിട്ടും കസ്റ്റമർ ഒന്നും പറയുന്നില്ല, വേണമെന്നോ വേണ്ടെന്നോ ഒന്നും പറയുന്നില്ല എങ്കിൽ സപ്ലയർക്ക് എന്ത് ചെയ്യാം? 6 മാസം കടന്നാൽ കസ്റ്റമർ ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും സപ്ലൈ ആയി ട്രീറ്റ് ചെയ്യാം, ആ കസ്റ്റമർക്ക് സെയിൽ നടത്തിയതുപോലെ ട്രീറ്റ് ചെയ്യാം. അങ്ങനെ റൂള് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതും സപ്ലൈ ആയി മാറുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുക? GSTR 9 ബോക്സ് 16 കാണിക്കേണ്ടതാണ് ഈ 3 കാര്യങ്ങളും. ക്ലിയർ അല്ലേ? യെസ്. 17 എന്ന് പറഞ്ഞാൽ HSN ഓർ SAC. GSR 1 കാണിച്ചില്ലേ അതേ കാര്യങ്ങൾ. ഓഫ് ഔട്ട്വേഡ് സപ്ലൈ, അതായത് സെയില്, നമ്മൾ സെയിൽ നടത്തിയ ഗുഡ്സിന്റെ HSN കോഡ് ഓർ SAC കോഡ് കാണിക്കേണ്ടതാണ് 17. 18 എന്ന് പറഞ്ഞാൽ സെയിം ആണ്, പർച്ചേസിന്റെ, നമ്മൾ പർച്ചേസ് നടത്തിയ ഗുഡ്സ് ഇല്ലേ അതിന്റെ HSN കാണിക്കേണ്ടതാണ് ഏത്? 18 കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. പക്ഷേ അത് പ്രത്യേകതയുണ്ട്, അതിപ്പോ നിലവിൽ ആവശ്യമില്ല. നോ നീഡ്. നമ്മൾ പർച്ചേസ് നടത്തിയ ഗുഡ്സിന്റെ കോഡ് കാണിക്കുന്ന കാര്യം ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ. അത് ഫസ്റ്റ് ഇയർ തന്നെ പറഞ്ഞ കാര്യമാണ്, വേണ്ട. സോ അതിപ്പോ ആവശ്യമില്ല. ക്ലിയർ അല്ലേ? യെസ്. ദെൻ ലാസ്റ്റ് കോളം എന്താ? ലേറ്റ് ഫീ. ലേറ്റ് ഫീ ആണ്. GSTR 9 എന്നാ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്? 31st December ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ എപ്പോ അവസാനിക്കും? 19-20 മാർച്ച് 31 അവസാനിക്കും അല്ലേ? ദെൻ മാർച്ച് 31 അവസാനിക്കും. ആ ഏപ്രിൽ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം GSTR 9 ചെയ്യുന്നത്. 2020 ഡിസംബർ 31 ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. ക്ലിയർ അല്ലേ? 19-20 ഇയറിന്റെ GSTR 9 ചെയ്യേണ്ടത് 2020 ഡിസംബർ 31 ലാസ്റ്റ് ഡേറ്റ്. അന്നാണ് ലാസ്റ്റ് ഡേറ്റ് കേട്ടോ ചെയ്യേണ്ടത്. അന്ന് ചെയ്തില്ല എങ്കിൽ നമുക്ക് എന്ത് വരും? ലേറ്റ് ഫീ വരും. നമുക്ക് ലേറ്റ് ഫീ എന്ന് പറഞ്ഞാൽ പെർ ഡേ 100 ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? സോറി, 200 പെർ ഡേ. അതായത് 100 CGST 100 SGST, അങ്ങനെ പെർ ഡേ 200 എമൗണ്ട് ലേറ്റ് ഫീ വരും. മാക്സിമം ഡെയിലി ഇത് കൂടിക്കൊണ്ട് പോകും കേട്ടോ. മാക്സിമം എത്രയാ? മാക്സിമം ലേറ്റ് ഫീ എന്ന് പറഞ്ഞാൽ 0.25% ഓഫ് ടോട്ടൽ ആനുവൽ ടേൺ ഓവർ. ഒരു വർഷം എത്ര മൊത്തം ടേൺ ഓവർ ഉണ്ടോ ആ ടേൺ ഓവറിന്റെ 0.25% വരെ പോകും ഈ ലേറ്റ് ഫീ എമൗണ്ട് കേട്ടോ, മാക്സിമം. ക്ലിയർ അല്ലേ? ഇതാണ് ലോജിക്ക്. ഇതാണ് നമ്മുടെ പാർട്ട് 4 എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അതർ ഇൻഫർമേഷൻ കേട്ടോ. ഓക്കെ, ക്ലിയർ. ക്ലിയർ അല്ലേ? യെസ്. ഇത്രയുമാണ് ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നമുക്ക് ഇതിന്റെ ബാക്കി ഫയലിംഗ് നമുക്ക് നാളെ പഠിക്കാം ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ, ഞാൻ എന്തായാലും ഈ എക്സലും കൂടെ നിങ്ങൾക്ക് സെൻഡ് ആക്കി വയ്ക്കാം കേട്ടോ. സേവ് ചെയ്യാം, ഇതുകൂടെ സെൻഡ് ചെയ്തേക്കാം. ഈ നോട്ട് വിട്ടു പോയെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് പോയാൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിന്റെ ഫയലിംഗ് നാളെ പഠിക്കാം കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. ബോക്സ് 16 സപ്ലൈ ആയി മാറിയാൽ മാത്രം കാണിച്ചാൽ മതിയോ? അതെ, 16 സപ്ലൈ ആയി മാറിയാൽ മാത്രം കാണിച്ചാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ. സോ ബാക്കി നമുക്ക് നാളെ പഠിക്കാം.